നമസ്കാരം. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് വോട്ട് പിടിക്കാൻ പോകുന്നതെന്ന് ഏറെ പ്രസക്തമായ കാര്യമാണ്. ജനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ആ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം UPA സർക്കാരിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിലെ പ്രബല നേതാക്കളുടെ വൻ നിര തന്നെയാണ് BJPയിൽ ചേക്കേറിയിരിക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പാക്കിയ ഓപ്പറേഷൻ താമരയാണ് കോൺഗ്രസിനെ അടിമുടി തകർത്തിരിക്കുന്നത്. രാജ്യം ഏറെക്കാലം ഭരിച്ച കോൺഗ്രസിന്റെ അടിവേരാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായി തന്നെ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാന ഭരണം വെറും 3 സംസ്ഥാനങ്ങളായി ഒതുങ്ങിയപ്പോൾ അതിൽ 2 ദക്ഷിണേന്ത്യയിലാണെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ BJPയുടെ നിലപാടിനെ അനുകൂലിച്ചാണ് മന്ത്രിമാർ രംഗത്ത് വന്നിരുന്നത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം കിട്ടിയ ഉടനെ തന്നെ അത് നിരസിക്കാൻ CPMന് കഴിഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ അവസാന നിമിഷം മാത്രമാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടു നിൽക്കാനായിരുന്നു തീരുമാനമെങ്കിലും ഈ നിലപാട് പൂർണ്ണമായും നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പണിത ക്ഷേത്രമെന്ന് CPM പരസ്യമായി പറയുമ്പോഴും ഉദ്ഘാടന ചടങ്ങ് സംഘപരിവാർ പരിപാടിയാക്കിയതിനാൽ മാത്രമാണ് കോൺഗ്രസിന് പരാതിയുള്ളത്. അയോധ്യ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുക്കാതെ CPMും ലീഗും പാർലമെന്റിൽ നിന്നും വിട്ടുനിന്നപ്പോൾ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തതും അവരുടെ അവസരവാദ നിലപാടിന് ഉദാഹരണമാണ്. ഇതോടെ വീണ്ടും വെട്ടിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിനൊപ്പം ഒരേ മുന്നണിയിൽ മത്സരിക്കുന്ന ലീഗ് നേതാക്കൾക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ CPM നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവസരവാദ നിലപാടുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. മതങ്ങളെക്കുറിച്ചും മതവിശ്വാസങ്ങളെക്കുറിച്ചും പ്രത്യയശാസ്ത്രപരമായി തന്നെ ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. മതം രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമാക്കി മാറ്റുന്നതിനെ ശക്തമായി എതിർക്കുക എന്നതും CPMന്റെ ഭാഗമാണ്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായം പറയാതെ ഉൾവലിയുകയാണ് ചെയ്തത്. നിലപാടുകളിലെ ഈ സാമ്യത ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ BJPയുമായി അടുപ്പിക്കുന്നതാണ്. രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള ഭിന്നതയും പിളർപ്പിന്റെ വക്കിലാണുള്ളത്. ഇതിൽ ഏത് വിഭാഗമാണ് BJPയിലേക്ക് എത്തുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മാത്രമല്ല ഇന്ത്യ സഖ്യം പ്രതീക്ഷയർപ്പിക്കുന്ന മഹാരാഷ്ട്രയിലും കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട അവസ്ഥയിലാണ്. ഓപ്പറേഷൻ താമര ഇവിടെയും വിജയം കണ്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി അശോക് ചവാന് പിന്നാലെ സംസ്ഥാനത്തെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP മുന്നണിയിൽ എത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുംബൈയിലെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തെങ്കിലും പ്രതിസന്ധി അയഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും നിലവിലുള്ളത്. ഈ കോൺഗ്രസിനെ കണ്ടിട്ടാണോ വോട്ട് നൽകേണ്ടതെന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രസക്തമാവുകയാണ്. രാഹുൽ ഗാന്ധിയെ അല്ല ഏത് നേതാവിനെ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയാലും അത് ഏശുകയില്ല. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസുമായി അകലം പാലിക്കുന്നത്.